ശ്രീ ആർ വി ബാബു ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, നമസ്തേ. ഒടുവിൽ മൂന്നാമത് ഒരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ വളരെ വിശാലമായി സാവധാനം നീങ്ങുകയാണോ അന്വേഷണ നടപടികളും അറസ്റ്റും ഒക്കെ? അല്ല, അങ്ങനെ വേണം കരുതാൻ. വളരെ സാവധാനത്തിലാണ് ഈ അന്വേഷണം മൂവ് ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് പഴുതടച്ചുള്ള അന്വേഷണം എന്നുള്ള ദൃഷ്ടിയിലാണെങ്കിൽ അത് നല്ലത്. പക്ഷേ ഇപ്പോഴും നമുക്ക് സംശയിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്നതോ ആയിട്ടുള്ള കാര്യം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമായിട്ടാണ് ഈ അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഭരണതലത്തിൽ ഉന്നതരായിരുന്ന ആളുകൾ അവരെ ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ ഇതുവരെ SIT തയ്യാറാവാത്തത് സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. SITയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും SITക്ക് മേൽ സർക്കാരിന്റെ ഒരു കണ്ണ് ഉണ്ട് എന്നുള്ള ഒരു ഭയം SITക്ക് തന്നെ ഉണ്ടോ എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേവസ്വം ഉന്നതര് ആയിട്ടുള്ള അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം കമ്മീഷണർമാരടക്കമുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്ര കണ്ടെത്തും, അതോ ഈ പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമായിട്ട് ഈ അന്വേഷണത്തിന്റെ ആ പരിധി ഒതുങ്ങി നിൽക്കുമോ എന്നുള്ള കാര്യം അത് ഭക്തജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അന്വേഷണം ഈ രീതിയിൽ സ്ലോ ആവുന്നതും അത്ര ഗുണകരമാണെന്ന് തോന്നുന്നില്ല. ഏതായാലും സുധീഷ് കുമാറിന്റെ അറസ്റ്റ് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. അത്രത്തോളം ആ അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ അന്വേഷണത്തിന്റെ ഗതി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും ഭക്തജനങ്ങളുടെ ആശങ്ക അല്ലെങ്കിൽ അവര് കരുതുന്ന പോലെയുള്ള ഒരു നീതി ഈ വിഷയത്തിൽ വിശ്വാസികൾക്ക് കിട്ടും എന്ന കാര്യത്തിലാണ് അവർ കാത്തിരിക്കുന്നത്. അതിന് SITയുടെ അന്വേഷണത്തിന് കുറച്ചുകൂടി വേഗത ഉണ്ടാവണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ശരി, ശ്രീ ആർ വി ബാബു അടക്കമുള്ള ഹിന്ദു സംഘടനാ നേതാക്കൾ ജാഗരൂകരായി കാത്തിരിക്കും. എന്തായാലും ശശികല ടീച്ചർ പറഞ്ഞതിലൊരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു നിർത്താം. വിശ്വാസം അത് ഉറച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു തട്ടിപ്പ് മറ്റൊരു ചെറിയ തട്ടിപ്പിനായിട്ടോ അല്ലെങ്കിൽ മറ്റേത് മറയ്ക്കാനോ എന്തു തന്നെ ആയാലും ഇപ്പോൾ അവരെ കൊണ്ട് ഇത് തോന്നിച്ചതും ഈ വലിയ സ്വർണ്ണക്കൊള്ളയുടെ ഒരു ചെറിയൊരു സൂചന പോലും ഇല്ലാതെയാണ് നടപടിക്രമങ്ങളുടെ വീഴ്ച മാത്രമാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ചൂണ്ടിക്കാട്ടിയത്. അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ അത് സന്നിധാനത്ത് വെച്ച് നടത്തണം. ഒരു ദിവസം കൊണ്ട് പൂർത്തിയായില്ലെങ്കിൽ സ്ട്രോങ് റൂമിൽ വെച്ച് പൂട്ടണം. വീണ്ടും സ്പെഷ്യൽ കമ്മീഷണർ സാന്നിധ്യത്തിൽ തുറക്കണം. ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ അതിന് ദേവസ്വം ബെഞ്ചിൻ്റെ അടക്കം അധികൃതരുടെ അനുമതി വാങ്ങി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വേണം. അത് പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയെടുത്ത് നിന്നാണ് ഈ കൊള്ള, ഈ കവർച്ച പുറത്ത് വന്നിരിക്കുന്നത്.